ഇനി രാത്രി മുതൽ പുലർച്ചെ വരെ മാനവീയം വീതി ഉണർന്നിരിക്കും. ഭക്ഷണവും കലാപരിപാടികളും ഒക്കെയായി രാത്രി ജീവിതം ഇവിടെ ആസ്വദിക്കാം. രാത്രി 8 മുതൽ പുലർച്ചെ 5 മണി വരെയാണ് സംസ്ഥാനത്തിന്റെ ആദ്യ നൈറ്റ് ലൈഫ് സെന്റർ മാനവീയം വീതി ജനങ്ങളെ വരവേൽക്കുന്നത്. കുടുംബശ്രീ അംഗങ്ങളുടെ തട്ടുകടയും വ്യത്യസ്ത കലാപരിപാടികളും ഇവിടെ ഒരുക്കും. മാനവീയം വീതി നവീകരണത്തിന്റെ ഭാഗമായി പാതയോരത്ത് തയ്യാറാക്കിയ കടകളുടെ നടത്തിപ്പാണ് കുടുംബശ്രീക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. കൂടാതെ വിവിധ തരത്തിലുള്ള ഭക്ഷണശാലകളും ഇവിടെ സജീവമാക്കും. മുൻകൂട്ടി ബുക്ക് ചെയ്തത് അനുസരിച്ചാണ് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ അവസരം നൽകുക. കോർപ്പറേഷനും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സംയുക്തമായി കലാപരിപാടികൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് പോർട്ടലിൽ ക്രമീകരിക്കും. ഇതിലൂടെ കലാകാരന്മാർക്കും സംഘങ്ങൾക്കും പരിപാടികളുടെ വിവരങ്ങൾ നൽകാം. ലഭിക്കുന്ന അപേക്ഷകൾ പരിശോധിച്ച ശേഷമാകും പരിപാടി അവതരിപ്പിക്കാനുള്ള അനുമതി നൽകുന്നത്. വാണിജ്യപരവും അല്ലാതെയും എന്നിങ്ങനെ 2 തരത്തിൽ തിരിച്ചാണ് കലാപരിപാടികൾക്ക് അനുവാദം നൽകുക. വാണിജ്യപരമായ പരിപാടികൾക്ക് കോർപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്ന തുക ഈടാക്കും. അടുത്ത മാസം ആരംഭിക്കുന്ന കേരളീയം പരിപാടിക്ക് മുന്നോടിയായി നൈറ്റ് ലൈഫ് പൂർണ്ണമായും ആരംഭിക്കും. കനകക്കുന്നിനെ നൈറ്റ് ലൈഫ് കേന്ദ്രമാക്കാനുള്ള ശ്രമം നടന്നെങ്കിലും എതിർപ്പുകളെ തുടർന്ന് മാറ്റുകയായിരുന്നു. മാനവീയത്തിലെ നൈറ്റ് ലൈഫിന്റെ ഭാഗമായുള്ള വെള്ളം, വൈദ്യുതി, മാലിന്യ സംസ്കരണം എന്നിവയുടെ ചുമതല കോർപ്പറേഷനാണ്. എന്നാൽ ശൗചാലയത്തിന്റെയും ഇരിപ്പിടത്തിന്റെയും ഇല്ലായ്മ മാനവീയം വീതിയുടെ വലിയ പോരായ്മ തന്നെയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ ദിവസേന എത്തുന്ന ഇവിടെ ശൗചാലയം ഇല്ല. ഒരെണ്ണം ഉള്ളത് അടഞ്ഞുകിടക്കുകയാണ്. റോഡിന്റെ വശങ്ങളിലായി ആളുകൾ ഇരിക്കുന്നുണ്ടെങ്കിലും പ്രായമായവർക്കും ആരോഗ്യ പ്രശ്നമുള്ളവർക്കും ഇരിക്കുന്നതും ബുദ്ധിമുട്ടാകുന്നുണ്ട്. മാലിന്യം ഇടാൻ ബിന്നുകളും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ഇത്തരം പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചാൽ മാനവീയം വീതി നൈറ്റ് ലൈഫ് കളറാകും.